ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം ചെറിയ റേറ്റിൽ വരുന്ന പ്ലാൻസ് ആണ്. 10 രൂപ മുതൽ 50 രൂപ വരെ റേറ്റിൽ വരുന്ന പ്ലാൻസ് ആണ് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ കുറേയധികം പ്ലാൻസ് ഉള്ളതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പ്ലാൻ സൈസ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പ്ലാൻസ് ഓർഡർ ചെയ്യുക. അതുപോലെ പ്ലാൻസ് ഓർഡർ ചെയ്യേണ്ടത് വാട്സപ്പ് വഴിയാണ്. വാട്സപ്പിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. എല്ലാ പ്ലാൻസും നമ്മൾ കാറ്റലോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയിക്കുന്നതാണ്. അതുപോലെ പേയ്മെൻറ്റ് ചെയ്ത് 10 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും നമ്മൾ പ്ലാൻസ് അയയ്ക്കുക. പ്ലാൻസ് അയച്ചു കഴിഞ്ഞാൽ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അയക്കുന്നതാണ്. അപ്പോൾ അത് ട്രാക്ക് ചെയ്ത് എത്രയും വേഗം തന്നെ നിങ്ങൾ പ്ലാൻസ് കൈപ്പറ്റുക. കേരളത്തിനുള്ളിൽ മാക്സിമം 2 ദിവസമാണ് പ്ലാൻസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് എടുക്കുക. അതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടും. അങ്ങനെ കിട്ടിയില്ല എങ്കിൽ ദയവ് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കുക. നമ്മൾ DTDC വഴിയായിരിക്കും പ്ലാൻസ് നിങ്ങൾക്ക് അയക്കുക. സ്പീഡ് പോസ്റ്റ് നിലവിൽ നമ്മൾ അയക്കുന്നില്ല. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസൊക്കെയാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇനി നമുക്ക് പ്ലാന്റ്സിലേക്ക് പോകാം. ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് റോസ് പോളിയ പ്ലാന്റ് ആണ്. ഒരുപാട് പേര് ആവശ്യപ്പെടാറുള്ള ഒരു പ്ലാന്റ് ആണ് റോസ് പോളിയ. റോസ് പോളിയയുടെ പല സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് മുൻപ്. അപ്പോൾ ഇപ്പം നമുക്ക് ചെറിയ റേറ്റിൽ പ്ലാന്റ് അവൈലബിൾ ആണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് റോസ് പോളിയ. ഇത് സീസണൽ അല്ല, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്ലാന്റ്സിൽ പൂക്കൾ തന്നുകൊണ്ടിരിക്കും. ഒരുപാട് ദിവസം നിൽക്കുന്ന പൂക്കളാണ്. ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. റോസ് പോളിയയുടെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ്. ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ ഗ്രീൻ കളറിൽ ലീഫ് വരുന്ന പ്ലാന്റ് ആണ്. നമുക്കിത് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് 15 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് കടലച്ചെടിയാണ്. നമുക്ക് ഗ്രൗണ്ട് കവറായിട്ടൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണിത്. ഇതുപോലെ യെല്ലോ കളറ് ഫ്ലവറും തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് മുൻപ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 20 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക പേൾ ഗ്രാസിൻ്റെ വേരിഗേറ്റഡ് ആണ്. ലാൻഡ്സ്കേപ്പിലൊക്കെ ഒരുപാട് ഉപയോഗിക്കാറുള്ള ഒരു പ്ലാന്റ് ആണിത്. 20 രൂപയായിരിക്കും ഈ കാണുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ബാംബു ഡ്രസീനിയാണ്. ഈ കാണുന്ന പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ലണ്ടാനയാണ്. ലണ്ടാനയുടേതായി ഇതുപോലെ പിങ്ക് കളർ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. ഇത് ക്രീപ്പറായിട്ട് നമുക്ക് വയലറ്റും വൈറ്റും ഒക്കെ പോലെ പടരുന്ന ഒരു ടൈപ്പ് അല്ല, നമുക്ക് കുറ്റിച്ചെടിയായിട്ട് വളർത്താവുന്ന ഒരു വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 50 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്ത പ്ലാന്റ് കക്കട മുല്ലയുടെ തൈകളാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 50 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് വരിക ചൈനീസ് വയലറ്റിൻ്റെ 2 വെറൈറ്റി പ്ലാന്റ് ആണ്. ആദ്യത്തേത് ഈ ഒരു നോർമൽ വെറൈറ്റി ആണ്. എപ്പോഴും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനീസ് വയലറ്റ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിന് 20 രൂപയായിരിക്കും റേറ്റ് വരുന്നത്. അടുത്തത് ചൈനീസ് വയലറ്റിന് തന്നെ വേരിഗേറ്റഡ് ആണ്. അതുപോലെ പൂക്കൾക്കും കളറിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു ലൈറ്റ് ലാവൻഡർ കളറാണ് വരിക. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിന് 30 രൂപയായിരിക്കും റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരിക ഡെയ്സി ആണ്. ഡെയ്സിയുടെ ഈ ഒരു വയലറ്റ് കളർ പൂക്കൾ തരുന്ന പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 40 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് ഡെയ്സിയുടെ തന്നെ വൈറ്റ് കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഡെയ്സി പ്ലാന്റ് ഒക്കെ നമുക്ക് നട്ട് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കുന്ന പ്ലാന്റ് ആണ്. ഒരു നാടൻ പ്ലാന്റ് എന്ന് പറയാം. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഇതിനും 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് വരിക ബ്ലൂ ഡേയ്സ് ആണ്. ബ്ലൂ ഡേയ്സ് നമുക്ക് കുറ്റിച്ചെടിയായിട്ട് ചെറിയ ചട്ടിയിൽ വരെയും ഒതുക്കി വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ്. നമുക്ക് ഹാങ്ങിങ് പോട്ടിലൊക്കെ നടാവുന്നതാണ്. നല്ല സൺലൈറ്റ് വേണ്ട ഒരു പ്ലാന്റ് ആണ്. ഇതെങ്കിലും മാത്രമേ നല്ല ഭംഗിക്ക് പൂക്കൾ തരികയുള്ളൂ. അപ്പോൾ ഇതാണ് പൂക്കളുടെ ഒരു കളർ വരിക. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. പ്ലാന്റ് സൈസ് ഇതാ കണ്ടോളൂ. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 40 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക ഏഞ്ചലോണിയ പ്ലാന്റ് ആണ്. ഏഞ്ചലോണിയയുടെ ഈ ഒരു പിങ്ക് കളർ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. ഇതിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്.
അടുത്ത ഒരു പ്ലാന്റ് വരിക ഡക്ക് ഫീറ്റ് ആണ്. പാസിഫ്ലോറ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റ് വേണ്ടാത്ത ഒരു പ്ലാന്റ് ആണിത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിക്കൊക്കെ കൊടുത്ത് ഇൻഡോറിലോ സിറ്റ് ഔട്ടിലോ ഒക്കെ നടാവുന്ന ഒരു പ്ലാന്റ് ആണ്. 30 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക ഒരു കലാത്തിയ വെറൈറ്റിയാണ്. ഇതുപോലെ വേരിഗേറ്റഡ് ലീഫിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണിത്. ഈ ഒരു പ്ലാന്റിനും 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതും വരിക ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയ ഒരു പ്ലാന്റ് ആണിത്. ഇതിന് 30 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഒരു സിങ്കോണിയം വെറൈറ്റിയാണ്. ഇതുപോലെ പിങ്ക് കളറിൽ ലീഫ് വരുന്ന സിങ്കോണിയം പ്ലാന്റ്. ഇതിന് 50 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ലെമൺ ക്രീപ്പിംഗ് ജെന്നിയാണ്. ലീഫും അതുപോലെ തന്നെ ഫ്ലവറും നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ്. നമുക്കിത് ഹാങ്ങിങ്ങിലോ അതല്ലെങ്കിൽ ഗ്രൗണ്ട് കവറായിട്ടോ ഒക്കെ നടാവുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതാണ് ലീഫ് വരിക. ഒരു വേരിഗേറ്റഡ് ലീഫ് എന്ന് പറയാം. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 40 രൂപയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക ബാർലേറിയ പ്ലാന്റ് ആണ്. ഹാങ്ങിങ്ങിലൊക്കെ ഇടാവുന്ന നല്ല ഭംഗിയുള്ള കളറോട് കൂടിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ബാർലേറിയ. ഇതാണ് പൂക്കൾ. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് നമ്മൾ ആദ്യമായിട്ടാണ് സെയിലിന് കൊണ്ടുവരുന്നത്. ഒരുപാട് പ്ലാന്റ് ഒന്നും ഇല്ല. ഇതായിരിക്കും പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഒരു വാട്ടർ പ്ലാന്റ് ആണ്. മെക്സിക്കൻ സ്വാഡ് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല വൈറ്റ് കളർ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഗാർലിക് വൈൻ ആണ്. ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുള്ള ഒരു പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ. കാരണം വലിയ പരിചരണം ഒന്നും കൂടാതെ തന്നെ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഗാർലിക്. നമുക്ക് പടർത്തി വിട്ട് വളർത്താൻ കഴിയുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. വെളുത്തുള്ളി ചെടി എന്നും പറയും. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. 30 രൂപയായിരിക്കും ഇതിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക സ്റ്റാർ ജാസ്മിൻ ആണ്. സ്റ്റാർ ജാസ്മിൻ്റെ പൂക്കൾ കണ്ടല്ലോ. ഇതാണ് പൂക്കൾ. നമ്മുടെ പിച്ചിപ്പൂക്കൾ പോലെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് സ്റ്റാർ ജാസ്മിൻ. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഞാൻ കാണിക്കാം. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 50 രൂപയായിരിക്കും ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് നമുക്ക് ബോർഡറിലൊക്കെ വെച്ച് കൊടുക്കാവുന്ന നല്ല ഭംഗിയുള്ള ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഈ കാണുന്ന പ്ലാന്റിന് 10 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ജാപ്പനീസ് ഹണിസക്കിൾ ആണ്. ഇതിലെ പൂക്കൾ 2-3 കളറിലായിരിക്കും നമുക്ക് എപ്പോഴും കാണാനാവുക. കാരണം സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് പൂക്കൾക്ക് കളർ ചേഞ്ച് വരുന്നതാണ്. പ്ലാന്റ് സൈസ് ഇതായി കാണുന്നതാണ്. ഈ ഒരു പ്ലാന്റിന് 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക പാസിഫ്ലോറയുടെ ഈ ഒരു ബ്ലൂ കളറിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. നമുക്ക് സ്റ്റിക്ക് കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ സമയത്തും ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് പാസിഫ്ലോറ. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 50 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക പിങ്ക് ജസ്റ്റീഷ്യയാണ്. പിങ്ക് ജസ്റ്റീഷ്യയുടെ പൂക്കൾ ഇതാ കണ്ടോളൂ. ഇതാണ് പൂക്കൾ. അതുപോലെ പ്ലാന്റ് സൈസ് ഈ കാണുന്ന സൈസ് ആയിരിക്കും. 50 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക ഈ ഒരു കെയിൻ ബിഗോണിയ പ്ലാന്റ് ആണ്. ലീഫും അതുപോലെ തന്നെ തണ്ടുകളും നല്ല റെഡ് കളറായിരിക്കും വരിക. 10 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക നമ്മുടെ ടേക്കോമ ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. സെൻറ് ജോൺസ് ക്രീപ്പർ എന്നും പേര് പറയും. ഈ ഒരു പ്ലാന്റിന് 50 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് മിനിയേച്ചർ മുസാണ്ടയാണ്. മിനിയേച്ചർ മുസാണ്ടയുടെ പൂക്കൾ ഇതാ കണ്ടോളൂ. അതുപോലെ പ്ലാന്റ് സൈസ് ഈ കാണുന്നതായിരിക്കും. ഈ ഒരു പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ഈ കാണുന്ന ഒരു ഒൻസീഡിയം വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതാണ് പൂക്കൾ വരിക. നമുക്കിത് പോട്ടിലൊക്കെ വെച്ച് കൊടുത്താൽ എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. പ്ലാന്റ് സൈസ് ഇതാ കണ്ടോളൂ. വിഷറി പോലെ ഇതുപോലെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് 40 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരിക ഫയർ ക്രാക്കറിൻ്റെ റെഡ് ആണ്. ഇതാണ് ഫയർ ക്രാക്കർ റെഡിൻ്റെ പ്ലാന്റ് സൈസ് വരിക. ഇതിന് 40 രൂപയാണ് റേറ്റ് വരിക.
അടുത്തത് വരിക ആമസോൺ ബ്ലൂ ആണ്. സ്നാപ് ഡ്രാഗൺ എന്നും പേരുണ്ട് ഈ ഒരു പ്ലാന്റിന്. അപ്പോൾ ഇതാണ് പൂക്കൾ. ഇതും സീസണൽ അല്ല, എല്ലാ സമയത്തും നമുക്ക് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണ് ആമസോൺ ബ്ലൂ. അപ്പോൾ പ്ലാന്റ് സൈസ് ഇതാ കണ്ടോളൂ. ഇതായിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരിക. 50 രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക മദർ ഓഫ് 1000 പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് ജിഫി റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 20 രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരിക. അടുത്തത് വരിക വേരിഗേറ്റഡ് നന്ദിയാർ വട്ടം, മിനിയേച്ചർ നന്ദിയാർ വട്ടത്തിൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണിത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇതിന് 30 രൂപയായിരിക്കും റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് വിങ്ക പ്ലാന്റ്സ് ആണ്. വിങ്കയുടെ ഒരു 5 കളറോളം നമുക്ക് സെയിലിന് അവൈലബിൾ ആണ്. ഈ കാണിക്കുന്ന കളേഴ്സൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അല്പം ലേറ്റ് ആയിട്ടാണ് വീഡിയോ എടുത്തത്, അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ ഈ കളേഴ്സൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. വിങ്ക പ്ലാന്റ്സിന് 50 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി. ഇന്ന് നമ്മൾ ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ പ്ലാന്റ്സിൻ്റെയും റേറ്റും അതോടൊപ്പം പ്ലാന്റ് സൈസും കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് ആരും ഇനിയും പ്ലാന്റ് സൈസും റേറ്റും ചോദിക്കരുത്. അപ്പോൾ ആവശ്യമുള്ളവർ പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയച്ചു തരിക. വീണ്ടും പറയുന്നു, DTDC വഴി മാത്രമായിരിക്കും നമ്മൾ പ്ലാന്റ്സ് അയക്കുക. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല. അപ്പോൾ ഇനി നമുക്ക് ഫെബ്രുവരി മാസത്തിലെ വിന്നറെ അനൗൺസ് ചെയ്യാം. നമുക്ക് ഫെബ്രുവരി മാസത്തിൽ വന്ന കമൻസിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്കാണ് പ്രൈസ് നൽകുക. അപ്പോൾ ഇത്തവണ വിന്നറായിരിക്കുന്നത് ഗായത്രി രമേശാണ്. അപ്പോൾ വേഗം തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ, നമ്മൾ പ്രൈസ് അയച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വിന്നറാകണമെങ്കിൽ വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്തോളൂ. കമൻറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ പ്രൈസ് നൽകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ.